ഇനി ഏറ്റവും നല്ല പെണ്ണാരാ, ഭാര്യ ആരാ? ചില പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ടോ അല്ല ഭംഗിമല ആണുങ്ങൾ വിൽക്കാന്ന്. പൊട്ടത്തരാ. ഏതെങ്കിലും നിങ്ങൾ ഈ അണിഞ്ഞൊരുങ്ങലും ഭംഗിയും ഇപ്പൊ പണ്ട് ഞാൻ പറയാറുണ്ട്, ഒരുത്തനൊരു രസം പറഞ്ഞും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ. പക്ഷെ ഒരു വിറ്റ് അതല്ല. ഓൻ പറഞ്ഞു ഞാനൊരു ഇരുനിറ. അപ്പൊ ഞാൻ ഇരുനിറുള്ള കുട്ടി എന്നെ ആയിക്കോട്ടെ എന്ന് കണ്ട് ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചതാ. നിക്കാഹ് വേദിന്ന് കഴിഞ്ഞു. പെണ്ണിനെല്ലാരും കൂടി സ്റ്റേജ് മേലെ കൊണ്ട് ചാക്കി തന്നു. അപ്പോൾ കേറി വന്നപ്പോ ഞാൻ തന്നെ അമ്പരന്ന് പോയി. എന്താ സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു, പടച്ചോൻ ഇത് പൊട്ടന് ലോട്ടറി അടിച്ചാണല്ലോ. കാരണം ഞാനാണ് ഓളാണ് വെളുത്തു തുടുത്തിട്ടൊരു സുന്ദരി. ഞാൻ കണ്ടപ്പോ അങ്ങനല്ല, ഇപ്പൊ അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ പൊരക്കതിനും പുട്ടിയിടുക, അപ്പൊ പെണ്ണുങ്ങളെ മേത്താ പുട്ടിയിടുക, സർവ്വതും വെളുപ്പിച്ചു കൊണ്ടുവരും. അവസാനം പിറ്റേന്ന് രാവിലെ കുടിച്ചപ്പോ ഓന്റെ കൂട്ടുകാരെന്നെ പറഞ്ഞ പോലെ ഓളെ വീട്ടുകാരെന്നെ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലായിന്ന്. അപ്പം നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ ഈ തൊലിവെളുപ്പിലാണ് ഭംഗിന്ന് അല്ല. നിങ്ങളെ തൊലിവെളുപ്പും ഈ അണിഞ്ഞൊരുങ്ങലും ഈ ചുണ്ടത്തേക്കലും കണ്ണുമ പെരട്ടലൊക്കെ കണ്ടിട്ട് ഒരുത്തനങ്ങളെ നോക്കുന്നുണ്ടോ പൊട്ടനാ. കാരണം പെണ്ണിന്റെ മൊഞ്ചോളെ മനസ്സിനാ, അതോളെ ഭർത്താവിനും കുടുംബത്തിനും അവകാശപ്പെട്ടതാ. നെഞ്ചും പിരിച്ച് കുടുംബം പോറ്റാൻ ഒരു പെണ്ണ് ഭർത്താവിന്റെ കൂടെ നിന്നാലുണ്ടല്ലോ, ദുനിയാവിലെ മുഴുവൻ മലക്കളും ഓളെ മുൻപിൽ നിൽക്കുന്ന, ഒക്കേണ്ടി റബ്ബിനോട് ദ്വാരക്കുന്ന. കാരണം ഫസ്വാലിഹാത്തു, നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാ, ഓന്റെ വരുമാനം മനസ്സിലാക്കുന്നവളാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഇപ്പം വരുന്നത് പയ്യോളിന്നാ. കാറിന്റെ ഉള്ളിൽ ഏസിട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണില്ല. എന്നിട്ടും റോഡിന്റെ സൈഡിൽ 60 ഉറുപ്പ്യന്റെ ഓറഞ്ച് ആയിട്ട് ഒരു പാവം വെയിലുള്ളുന്നുണ്ട്. 80 ഉറുപ്പ്യന്റെ പെട്ടി ബിരിയാണിന്റെ പാക്കറ്റ് കാണിച്ചിട്ട് പല ജംഗ്ഷനിലും പല ചെറുപ്പക്കാരും വിലപേശുന്നുണ്ട്, കാറിന്റെ നേരെ കൈ നീട്ടുന്നുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ മുൻപിൽ മുയലിന്റെ ഒരു കുപ്പായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ തുള്ളിക്കളിച്ചോണ്ടിരിക്കുക. പരസ്യമാണോ അല്ലേ? ഓന്റെ കാലിന്റെ അടുത്തുള്ള VKC ചെരുപ്പുണ്ടപ്പോ മനസ്സിലായി ഏതോ ഒരു കുടുംബം പോറ്റാൻ വന്ന ഒരാണാണ്. ഈ മരുഭൂമി കിടക്കുന്നതിനേക്കാളേറെ പൊട്ടുകൊള്ളുന്ന വെയിലത്ത് നേരം വെളുത്തിട്ടും മേലും കയ്യും വേദനയായിട്ടും നിങ്ങളോട് പരാതി പറയാതെ ഒരാൾ പുറത്തിറങ്ങുന്ന എന്തിനാണെന്നറിയോ? മരങ്ങൾ പട്ടിണി കിടക്കാണ്ടിരിക്കാൻ, നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ. നിങ്ങൾ ഇപ്പോഴും കഴിച്ചതുണ്ടല്ലോ, ഒരാണ് വേർപ്പ് പറ്റിച്ചതാ. നിങ്ങൾ ഇപ്പോഴും ധരിക്കുന്നതുണ്ടല്ലോ, ഓരോന്നിന്റെ പവറിനനുസരിച്ചും അതൊരാണ് അവന്റെ നെഞ്ചിന്റെ ത്യാഗം കൊണ്ട് ഉരുകിക്കൊണ്ട് തന്നതാ. ആ ആണിനൊരു മനസ്സമാധാനം നാവുകൊണ്ടും സ്വഭാവം കൊണ്ടും കൊടുക്കാൻ പറ്റുന്നില്ലേ, പിന്നെന്ത് മൊഞ്ചുണ്ടായിട്ടെന്താ? എത്ര തേച്ചു മിനിക്ക് നടന്നിട്ട് എന്താ കാര്യം? ഏറ്റവും നല്ല പെണ്ണ് കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാ, ഓന്റെ ഇഷ്ടം അറിയുന്നവളാ. ഓനൽപ്പം റൊമാൻസ് ഒക്കെ കുറയും. കാരണം ആണുങ്ങൾ കുടുംബം പോറ്റുന്നവർക്ക് അത്രയൊക്കെ ഉണ്ടാവും. എന്നാളെ ഒരുത്തി പറഞ്ഞു മൂപ്പർക്ക് ഒരു റൊമാൻസും ഇല്ലാന്ന്. ഓനെന്താ പണിയെന്ന് വെച്ചാൽ മസ്ദൂറ. ഈ നട്ടുച്ച നേരത്ത് പോസ്റ്റ്മേൽ വലിഞ്ഞു കയറി ലൈനും കെട്ടി ജീവൻ പണയം വെച്ച് തിരിച്ചിറങ്ങി കയ്യും കാലും തോലുപോയി പൊരേന്ന് ഒരു പാട്ട വെള്ളം മേലെ വീഴുമ്പോ മേലൊട്ടാകെ ഒരു എരിയലാവസ്ഥാതെ. അതിൻ്റെ അടുക്ക് എനിക്ക് എന്ത് റൊമാൻറ്റിക് വരാനാ? ഓനാ നെഞ്ചുരുകിയതും തൊലിഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടിയാ, നാട്ടുകാരുടെ മുൻപിൽ നിങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ, വേറൊരുത്തന്റെ മുൻപിൽ കൈ നീട്ടി പോവാതിരിക്കാൻ വേണ്ടിയാ. ആ ആണിനൊരു സ്വസ്ഥത കൊടുക്കാൻ പറ്റിയിട്ടില്ലേ, പിന്നെ ആരെ മുൻപിൽ അങ്ങക്ക് വേഷം കെട്ടാനുള്ളത്? എന്തു പുണ്യ ദുനിയാവുന്ന ആ ഭാര്യക്ക് കൊണ്ടുപോകാനുള്ളത്? അള്ളാന്റെ റസൂലുള്ളാന്റെ ഭാര്യനെ നോക്കൂ, ആയിഷാ ബീവി. റസൂലുള്ള മരിക്കാൻ കിടക്കുമ്പം സെക്കൻഡ് വ്യത്യാസത്തിൽ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ആയിഷാ ബീവി പല്ലിയപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പല്ല് തേച്ച് തീരുമ്പോൾ റസൂൽ ആയിഷാ ബീവിനെ നോക്കി ചിരിക്കുന്നുണ്ട്, എന്തോ സന്തോഷം കൊണ്ട്. കാരണം ആയിഷാ ബീവിക്ക് അറിയാം റസൂലിന് പല്ല് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടക്കിടക്ക്. അതുകൊണ്ട് റസൂൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് മുൻപ് റസൂലുള്ളാന്റെ പല്ല് വെപ്പിച്ചു കൊടുക്കും 3 തവണ. എന്നിട്ട് റസൂലിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിക്കും, നബിയേ നിങ്ങൾ എന്നിൽ തൃപ്തയല്ലേ റസൂലേ? അള്ളാന്റെ റസൂൽ ആയിഷാന്റെ കൈ പിടിച്ചിട്ട് പറയും, ആയിഷ അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം. ആലോചിച്ചു നോക്കൂ, അതാ പുണ്യം. അല്ലാണ്ട് നാട്ടിലെ കുറെ ആണുങ്ങൾ നമ്മൾ ഓള് ഭയങ്കര ഭംഗിയാട്ടോ, ഓളെന്ത് രസാട്ടോ, ഓന്റെ ഭാഗ്യാട്ടോ എന്നൊക്കെ നാട്ടുകാർ പറയാനേ ഉണ്ടാവും. ഒരൊറ്റ മലക്ക് തിരിഞ്ഞു നോക്കൂല. അള്ളാന്റെ ഒരു സമാധാനവും ആ കുടുംബത്തിലേക്ക് അള്ള തരികയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ലോണം മിനുക്കുന്നോള് എന്നല്ല, ഭർത്താവിൻ്റെ നാട്ടുകാരുടെ ഇടയിൽ വില വേണമെന്നില്ല. കെട്ടിയോൻ പറയണം ഓളിൻ്റെ ഒരു സൗഭാഗ്യനും, അവളിൻ്റെ വലിയൊരു സമാധാനമായിരുന്നു, ഓള് കാരണമാണ് ഞാൻ മാറിയേ, ഓള് കാരണമാണ് എനിക്കൊരു സ്വസ്ഥത കിട്ടിയത്. അതാ മനുഷ്യരെ ജീവിതം, അതാ പ്രണയം. ആ പരസ്പര പ്രണയത്തിനാണ് ഇസ്ലാം പ്രാധാന്യം പറഞ്ഞത്. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി നിങ്ങൾ. ജീവിതം ഓരോ സെക്കൻഡും കുടുംബത്തിൽ സമയം പോരാന്ന് തോന്നുന്നു. പിന്നെ ടി വിക്കൊന്നും ഒരു ഘടകം ഉണ്ടാവില്ല, ഫോണിനൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. അടുക്കളയിൽ കയറി ഭാര്യൻ്റെ ഒപ്പം സമയം ചെലവാക്കുന്ന ഭർത്താവ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ 2 ആൾ ഒരുമിച്ചിരുന്ന് പണ്ടുകാല കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ്, അങ്ങനെ